പാട്ടു കേട്ടു നിഴൽ വീഴുമെൻ്റെ ഇടനാഴിയിൽ കനിവോടെ പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതെ നിൻ തിരിനാളമെന്നും കാത്തിടാം, തിരിനാളമെന്നും കാത്തിടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഇത് മാറ്റത്തിനുള്ളൊരു അവസരം കൂടിയാണ്. ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത് കേവലം പ്രസംഗ പരിശീലനം മാത്രമല്ല, കുറേ നിമിഷങ്ങൾ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും പാടാനും കളിക്കാനും, നല്ല വ്യക്തിത്വമുള്ള ആളുകളുടെ കൂടെ, നല്ല സ്വഭാവ രൂപീകരണമുള്ള ആളുകളുടെ കൂടെ, നല്ല ശബ്ദ മഹിമയുള്ള ആളുകളുടെ കൂടെ, നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളുടെ കൂടെ, പല വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും ഒരു പൂന്തോട്ടത്തിലെ സുഗന്ധം പരത്തുന്ന പൂക്കളെ പോലെയാണ് നമ്മളിവിടെ ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുന്നത്. ഇത് നമുക്ക് വേറെ എവിടെയും കിട്ടിക്കൊള്ളണമെന്നില്ല. വീട്ടിൽ ഇപ്പം ഈ സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയോ സിനിമ കാണുകയോ കൂട്ടുകാരോട് എന്നും കാണുന്ന സംസാരങ്ങളായിട്ട് പോകും. പക്ഷേ ഇവിടെ വന്നാൽ അറിവ് നേടുന്നു, പലരുമായിട്ട് കാണുന്നു, സംസാരിക്കുന്നു, അതിലൂടെ മനോവികാസം ഉണ്ടാകുന്നു, അറിവ് നേടുന്നു, ബുദ്ധി ഭാവന ഇതൊക്കെ വളരുന്നു. അതോടൊപ്പം നല്ലൊരു സംസാര വൈഭവമുള്ള ആളായി, സംസാര പ്രാവീണ്യമുള്ള ആളുകളായി മാറുകയും ചെയ്യുന്നു. അത് നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ മാറുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ, അയ്യോ അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെ ആയല്ലോ, എന്തൊരു മാറ്റമാണ്. നമുക്ക് സ്ഥിരം വന്ന് കുറേ കഴിയുമ്പോൾ മാറും. പ്രസംഗമാണെങ്കിലും ഏതാണെങ്കിലും ഓരോ ദിവസം വന്നാലൊന്നും മാറില്ല. ഒരു ചെറിയ മൈനോ മാറ്റങ്ങളെ ഉണ്ടാവും, ചെറിയ മാറ്റം. കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മാറ്റം മനസ്സിലാവുക. അപ്പോഴാണ് ബ്രൈറ്റ് അക്കാഡമിയുടെ ഗന്ധവും ആ സൗരഭ്യവും ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഇപ്പം മനസ്സിലാവില്ല, കുറേ കഴിയുമ്പോഴേ നമുക്ക് ഇതെന്തായിരുന്നു, എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളെന്തായി, നമ്മളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്ന അപ്പോഴായിരിക്കും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. നന്മകൾ നേരുന്നു. അമ്പർമണമു